എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സഹനത്തിൻ്റെ വഴികളിലൂടെ മുന്നേറിയ ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം കുരിശിൻ്റെ തണലിൽ വിടർന്ന് പുഷ്പിച്ചതായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി സഹിക്കുക, അതായിരുന്നു അവളുടെ ജീവിത ലക്ഷ്യം. യേശുവിൻ്റെ അവർണ്ണനീയമായ സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകാൻ സഹനത്തിന് മാത്രമേ കഴിയൂ എന്ന ഉറച്ച ബോധ്യം അവൾക്കുണ്ടായിരുന്നു. കർമ്മലമഠത്തിൽ ചേർന്ന നാൾ മുതൽ ജീവിത അവസാനം വരെ പലതരത്തിലുള്ള സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ശാരീരികമായ അസുഖങ്ങൾ, മാനസികമായ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ, എളിമപ്പെടുത്തലുകൾ തുടങ്ങിയ സഹനങ്ങളെ കൊച്ചുത്രേസ്യ സസന്തോഷം സ്വീകരിച്ച് കുരിശിലെ യേശുവിൻ്റെ സഹനത്തോടൊപ്പം ദൈവപിതാവിന് സമർപ്പിച്ചു. അധികം ആര് സ്നേഹിക്കുന്നുവോ അവർക്ക് കൂടുതൽ സഹനം ലഭിക്കുന്നു. ആര് കുറച്ച് സ്നേഹിക്കുന്നുവോ അവർക്ക് കുറച്ചും. ഈ ഭൂമിയിൽ ഒന്നിനോടും ഒട്ടിച്ചേരാതെ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുള്ള ജീവിതയാത്രയിൽ സഹനങ്ങളുടെ മുൾപടർപ്പിൽ കൂടിയും അവൾക്ക് സഞ്ചരിക്കാൻ ഉണ്ടായിരുന്നു. കൊച്ചുത്രേസ്യ തൻ്റെ സഹനങ്ങളെയെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെച്ചു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ആത്മരക്ഷയ്ക്കായി സ്വീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമുക്ക് മാതൃകയും പ്രചോദനവുമാകട്ടെ.